അവസാനത്തിൽ 1.5 മണിക്കൂർ പടം നിങ്ങൾ കത്തി. ഇന്ത്യൻ മൂവിയാണെന്ന് പറയത്തില്ല, മൊത്തത്തിലൊരു ഹോളിവുഡ് വൈബുണ്ട്. ആകെ ഒരു ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശോഭനയൊക്കെ നമ്മൾ വിചാരിക്കാം, ശോഭനയൊക്കെ ഒരു ആക്ഷൻ സ്റ്റണ്ടിലൊക്കെ അഭിനയിക്കുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറാണ്, സെക്കൻഡ് ഹാഫ് പൊളിയാണ്. ലാഗ് ഫസ്റ്റ് ഹാഫ് കുറച്ച് ചളി കാര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അവസാനം മറ്റേ നമ്മളെ രാമായണം കണക്ട് ചെയ്ത് അത് അടിപൊളിയായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. അവസാനം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ബോറുണ്ടായിരുന്നു, ഫ്യൂച്ചറൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അവസാനം നമ്മൾ കമലഹാസന ഒരു വില്ലൊക്കെ വെച്ചിട്ട് പരിപാടി ഉണ്ട്, അത് അവസാനം അടുത്ത സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു, നല്ല സിനിമയായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. ഒരുപാട് മലയാളം നടിമാരുണ്ട്, പിന്നെ നമ്മളെ ഹെവനിലൊക്കെ അഭിനയിച്ച ഒരുപാട് നടിമാരൊക്കെ ഉണ്ടായിരുന്നു, മലയാള നടിമാർ. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളി, നല്ല കിടിലം പടം. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫാണ്, അതിൽ നിന്ന് അത്യാവശ്യം കൊള്ളാമെന്നുള്ള സെക്കൻഡ് ഹാഫായിട്ട് തുടങ്ങി തീപ്പൊരു ക്ലൈമാക്സ്. അവസാനത്തിൽ 1.5 മണിക്കൂർ പടം നിങ്ങൾ കത്തി. അടിപൊളി പടമാണ്. പ്രഭാസിൻ്റെയും കമലഹാസൻ്റെയും ഒക്കെ റീ ഇൻട്രോ ഒക്കെ ഭയങ്കര കിടിലമാണ്. ക്യാമിയൊന്നും വലിയ സംഭവമൊന്നുമല്ല, മ്യൂസിക്കും ഒന്നും വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ കൊള്ളാം പടം. വെറുത്ത തിയേറ്ററിൽ തന്നെ കാണണം, കണ്ടോണ്ടിരിക്കാം. VFX ഒക്കെ നൈസാണ്. ഒരു ഇന്ത്യൻ മൂവിയാണെന്ന് പറയത്തില്ല, മൊത്തത്തിലൊരു ഹോളിവുഡ് വൈബുണ്ട്. പടം കൊള്ളാം. ഹോളിവുഡ് ലെവൽ സാധനമാണ്, കാണണം. പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് തോന്നാം, പക്ഷേ അല്ല, ഇത് പാർട്ട് 1 ആണ്, ഇനിയും ഉണ്ട് കാണാം. പിന്നെ സ്പോയിലർ ഇല്ലാതെ എല്ലാവരും കാണാം, സ്പോയിലർ ഇല്ലാതെ കാണാനായിരിക്കും നല്ലത്. വിഷ്വൽസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്വൽസ് ഒക്കെ സ്റ്റണ്ണിങ് ആണ്. ഇനി തൊട്ട് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടും, നല്ലതാണ്. വിഷ്വൽസ് നമ്മൾ VFX അടിപൊളിയാണ്. എനിക്ക് ആകെ ഒരു ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ അശ്വത്ഥാമാവിന്റെ യങ്ങർ വർഷം കാണിക്കുന്ന ആണ് പടം കൊള്ളാട്ടോ. അത്യാവശ്യം നല്ല ഒരു പടമാണ്. പ്രവാസിനെ ഈ മുമ്പത്തെ പ്രവാസമൊന്നുമല്ല, ഇപ്പം നല്ലൊരു റോളായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഡബിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡബിങ് കുഴപ്പമില്ലായിരുന്നു. ഞാൻ തമിഴാണ് കണ്ടത്. ഡബിങ് കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ടുണ്ട്. ഇപ്പം ഒന്നുകൂടെ പോകണമെന്നുണ്ട്. അങ്ങനെ VFX ഒക്കെ നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി സിനിമയാണ്. നമ്മുടെ ഹോളിവുഡ് മൂവീസിനെയൊക്കെ അനുസ്മരിക്കുന്ന അത്രയും ക്വാളിറ്റിയോടെ ആയിട്ടുള്ള സിനിമയാണ്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ സൂപ്പർ അടിപൊളിയെന്ന് പറയാം. കാരണം ഇതൊരു ഇന്ത്യൻ ഫിലിമാണെന്നും തോന്നത്തില്ല, ഒരു ഹോളിവുഡ് മൂവിയാണെന്ന് തന്നെ തോന്നും. അത്രയും വലിയ സെറ്റും അത്രയും നല്ല വിഷ്വൽ എഫക്ട്സും എല്ലാം അടിപൊളിയാണ്, സൂപ്പർ, അടിപൊളി. ശരിക്കും നമ്മളെ ഹോളിവുഡ് സിനിമ എങ്ങനെ ഉണ്ടാകും അത്രയും ക്വാളിറ്റിയോടുകൂടി എടുത്തിട്ടുണ്ട്. അത്രയും നല്ല ഫിലിമാണ്. പിന്നെ ശോഭന ഭയങ്കര സുന്ദരിയായിരുന്നു ഈ ഫിലിമിൽ. ഒരു 50-ആം വയസ്സിൽ അവർ ഒരുപാട് വർഷത്തിന് ശേഷം വളരെ എന്താ പറയുക, അത്ര നല്ലൊരു വേഷത്തിൽ കണ്ടു ശോഭന. അന്നാബൻ ആ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ കുഞ്ഞു റോളിലായിരിക്കും. അന്നാബനൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സീനിൽ ആക്ഷൻ ഫിലിം. ശോഭനയൊക്കെ നമ്മൾ വിചാരിക്കാം, ശോഭനയൊക്കെ ഒരു ആക്ഷൻ സ്റ്റണ്ടിലൊക്കെ അഭിനയിക്കുന്നു. ഇതൊക്കെ ശോഭനയുടെ സീനൊക്കെ ഉണ്ട്. ശോഭന അന്നാബനെ വളരെ അടിപൊളിയായി. അതിന് അന്നാബന്റെ മലയാളത്തിലും എല്ലാത്തിലും ചെയ്തിട്ടുള്ള നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ഇതിലാണ്. എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ഇന്ത്യൻ ഫിലിം അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ മൂവി കാണുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല, അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും ആ ഒരു കാണണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം പുള്ളിയുടെ കഴിഞ്ഞ 2-3 സിനിമയും ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ആദിപുരുഷൊക്കെ അസഹനീയം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് പോയിരുന്നത്. പക്ഷെ ഇതൊന്നുമല്ല, ഇത് വേറൊരു ലെവൽ ഫിലിം, സൂപ്പർ. ഫൈറ്റ് സീക്വൻസ് ആണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ലാഗ് തോന്നിക്കും, കാരണം ചെറിയ ക്രിഞ്ച് സീൻസും പിന്നെ തെലുങ്ക് ഓഡിയൻസിന് അവർക്ക് ആ ഒരു ഫാൻ ബേസിനനുസരിച്ചുള്ള അവർ ചെറിയ അൺയൂഷ്വൽ സീൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫോട് വരുമ്പം നമുക്ക് വീണ്ടും സിനിമയിലൂടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇരിക്കും, നല്ല എൻഗേജിങ് ആയിട്ടൊക്കെ തോന്നിക്കും. മൊത്തത്തിൽ ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഏറ്റവും കൂടുതൽ നല്ല പോസിറ്റീവ് കിട്ടുന്ന പടം കളിക്കായിരിക്കും. നല്ല പടമാണ്. കമലഹാസൻ സെക്കൻഡിലൊക്കെ ആകുമ്പോൾ കമലഹാസനും കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ഒക്കെ വരും, നല്ല പടം. ശോഭനയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ്, ശോഭന അന്നാബനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള റോളായിരുന്നു. ശോഭന മാമിനെ ഇതുപോലെ ഇത്രയും സൗന്ദര്യം ഗ്ലാമറസ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നല്ല രീതിയിൽ ശോഭനയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അന്നാബനായ പോലും ചെറിയ റോളായിരുന്നു, അത്രയ്ക്ക് നല്ല രീതിയിൽ പവർഫുൾ ക്യാരക്ടറൊക്കെ ആയിരുന്നു അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല